ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന ഭാഗത്തെക്കുറിച്ചാണല്ലോ. ഇന്ന് നമ്മളതിൻ്റെ 10ാമത്തെ ഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. 10ാമത്തെ ഭാഗത്തിൽ നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നത് എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ച എന്താണ്? പിന്നെ അവരെ വിളിച്ച് എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് പത്രോസിനെ യോഹന്നാനെ വിലക്കുന്നതായിട്ട് കണ്ടു. അതുകൊണ്ട് തന്നെ വിലക്കിയിട്ട് അവരെന്ത് ചെയ്തു? അതിനെ അവർ എന്ത് ചെയ്തില്ല? ആ വിലക്കിനെ ഒന്നും ഒരു കാര്യമായിട്ട് എടുത്തില്ല. ദൈവത്തെ അവർ കൂടുതലായി അനുസരിക്കുന്നു. അതായത് ഇവിടുത്തെ ന്യായാധിപ സംഘങ്ങളെക്കാട്ടിലും അവിടുത്തെ നിയമങ്ങളെക്കാട്ടിലും ആരെ അവർ കൂടുതലായി അനുസരിക്കുന്നു? ദൈവത്തെ കൂടുതലായി അനുസരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾക്ക്, ദൈവത്തിൻ്റെ വചനത്തിന് അവർ കൂടുതലായി പ്രാധാന്യം കൊടുത്തു. അവർ പിന്നീട് സംസാരിക്കുമെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അവരുടെ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ. അപ്പോൾ അവിടുന്ന് 20ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കുവാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ഞങ്ങൾ കണ്ടതും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കുന്നത് കഴിയുന്നതല്ല. അപ്പോൾ ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങൾ എന്ത് ചെയ്യും? പ്രസ്താവിക്കും. അതിനു വേണ്ടിയാണ് ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. അവരവരുടെ തെരഞ്ഞെടുപ്പ് അറിയുന്നു. അവരുടെ ജോലി എന്താണ്, ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന വാഗ്ദത്തം എന്താണ് എന്ന് അവരറിയുന്നു എന്നുള്ളതാണ്. ആ നാമത്തിന് വേണ്ടി നിൽക്കുക, ആ നാമത്തിന് വേണ്ടി പോരാടുക, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി പോരാടുക എന്നുള്ളതാണ് അവരുടെ പ്രധാനമായ ലക്ഷ്യമെന്ന് അവർ പറയുകയാണ്. അപ്പോൾ എന്താണ്? ദൈവത്തിന് മുമ്പാകെ ന്യായമോ എന്ന് വിധിക്കുവിൻ. 20ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. 21ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനം നിമിത്തം വഴിയൊന്നും കാണായിക കൊണ്ട് അവർ പിന്നെയും തർജ്ജനം ചെയ്ത് അവരെ വിട്ടയച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വേണ്ടി നിൽക്കുന്നത് കൊണ്ട് അവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ജനങ്ങൾ പോലും അവർക്ക് സപ്പോർട്ടായി മാറി എന്നുള്ളതാണ്. ജനങ്ങൾ പോലും അവർക്ക് എതിരല്ല. കാരണം അവരും വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരെ എന്ത് ചെയ്തു? തർജ്ജനം ചെയ്തു. അതായത് ഇനി ഇങ്ങനെ സംസാരിക്കില്ലെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അന്ന് പറഞ്ഞാൽ അവരുടെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല, അവരുടെ ശുശ്രൂഷ നിലനിൽക്കുകയാണ് എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശുശ്രൂഷ തീരാതെ എന്ത് ചെയ്തിട്ടില്ല? ദൈവം ഒരു അപ്പോസ്തലനെ മടക്കിയിരിക്കുകയില്ല, ഒരു അപ്പോസ്തലനെ തരംഗിലടക്കുകയില്ല, ഒരു അപ്പോസ്തലന് മരണവും ഉണ്ടാകുകയില്ല. ദൈവം പറഞ്ഞിരിക്കുന്ന സമയം വരെയും അവൻ ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ അവനവൻ്റെ ജോലി ചെയ്യും, അല്ലെങ്കിൽ ദൈവം അവനെ കൊണ്ട് ജോലി ചെയ്യിക്കും, പൂർത്തീകരിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മോശയെ ദൈവം എങ്ങനെയാണ് ഉപയോഗിച്ചത്? കാരണം ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ മോശെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ചെങ്കടൽ പിളർന്ന് എന്ത് ചെയ്തു? അക്കരെ എത്തിച്ചു എന്നുള്ളതാണ് ഒരിക്കലും കാണാത്ത കാഴ്ച എന്ന് പറയുന്നത്. മോശ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് തന്നെയും ദൈവം എന്ത് ചെയ്തു? അതുവരെയും മോശയെ ദൈവം സൂക്ഷിച്ചു, ഫറവോന്റെ കൈകളിലെത്താതെ സൂക്ഷിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം ഒരാളെ ഒരു പദ്ധതി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസാനം വരെയും ദൈവം അവനോട് കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഈ വചനങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 22ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40-ലധികം വയസ്സുള്ളവനായിരുന്നു. 23ാമത്തെ വാക്യത്തിൽ, വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞത് എല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതുമെന്ത്? 26ാമത്തെ വാക്യത്തിൽ, ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അവൻ്റെ അഭിഷേകത്തിന് വിരോധമായി ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് എൻ്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശുവെന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി ഹെരോദാവും
പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു. സത്യം ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. 30-ാമത്തെ വാക്യത്തിലിരിക്കുകയാണ്, സൗഖ്യമാക്കാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന് അവരെന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. 30-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലായിരുന്നു അവരുടെ പ്രാർത്ഥന. കാരണം ദൈവം മനുഷ്യനായി തീർന്ന ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അവർ പ്രാർത്ഥിച്ചത്. എന്താണ്? ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവരും എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെ ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു തുടങ്ങി. ഏത് നാമത്തിൽ? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. കാരണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് എന്താണ്? പരിശുദ്ധാത്മാവെന്ന ദാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. എപ്പോഴാണ്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ സ്നാനത്തിന് തയ്യാറെടുക്കുമ്പോൾ 2:38 വായിക്കുമ്പോൾ അവിടെയാണ് അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പഴയ മനുഷ്യനെ ഒഴിഞ്ഞു കളഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ സ്നാനപ്പെടുമ്പോൾ 2:38 പ്രകാരം പരിശുദ്ധാത്മാവെന്ന ദാനം നമുക്ക് ലഭിക്കുമെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന കാഴ്ച അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. യേശു ക്രിസ്തുവിൻ്റെ നാമം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ശക്തി ധരിക്കുമെന്നുള്ളതാണ്. അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു തുടങ്ങി. പിന്നെ മരണത്തെയും പേടിയില്ല, പാതാളത്തെയും പേടിയില്ല. പിന്നെ എന്തിനെയാണ്? ദൈവത്തെ മാത്രം ഭയന്ന് ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യും. അതാണ് പത്രോസൊക്കെ ചെയ്തത്. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി ദൈവം, ആ ദൈവത്തെ മാത്രം ഞങ്ങൾക്ക് ഭയപ്പെട്ടാൽ മതി. ന്യായാധിപസംഘങ്ങളെ ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഞങ്ങളെ അന്ത്യത്തോളം പരിപാലിക്കുവാൻ ഒരു ദൈവമുണ്ടോ എന്ന് പത്രോസിനും യോഹന്നാനും ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവർ ന്യായാധിപസംഘത്തിൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ നിന്ന് പ്രസ്താവിച്ചു, ഇത് മാറ്റുവാൻ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉപദേശിക്കുന്നത് നിർത്തുവാൻ ഞങ്ങൾ എന്തല്ല, തയ്യാറല്ല എന്ന് അവർ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പം 32-ാമത്തെ വാക്യത്തിൽ വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്ന് പല വിശ്വാസികൾക്കും ഇല്ലാത്തൊരു കാര്യമാണ്. ഏക ഹൃദയമില്ല, ഏക മനസ്സില്ല. ഒരു പ്രവർത്തനങ്ങളിലും ഒരു കൂട്ടായ ഒരു പ്രവർത്തനമില്ല. ഓരോരുത്തർക്കും അവരുടേതായ പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ. സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുകയല്ല. ദൈവവചനത്തിലേക്ക് വരുമ്പോൾ എന്താണ്? വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയമുള്ളവരായിരുന്നു, ഏക മനസ്സുള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് എന്തായിരുന്നു? പൊതുവായിരുന്നു എന്ന് അവിടെ കാണുന്നു. 33-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരിക്കുന്നു. 34-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, മുട്ടുള്ളവൻ ആരും അവരുടെ അവരിലുണ്ടായിരുന്നില്ല. നിലങ്ങളുടെയും വീടുകളുടെയും ഉടമസ്ഥരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് 35-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തരും അവനു വേണ്ടി ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. ഇന്ന് അപ്പോസ്തലന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാശ് പിരിക്കുകയാണ്, ദശാംശം എന്ന് പറഞ്ഞു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പല കള്ളപ്രവാചകന്മാർ ഈ ലോകത്തുണ്ട്, അല്ലേ? അവരെ കാലിൽ കൊണ്ടുവയ്ക്കുകയും കയ്യിൽ കൊടുക്കും. അതുപോലെ തന്നെ സ്വതന്ത്ര ഇച്ഛയാണെന്ന് പറഞ്ഞ് ഒത്തിരി കാര്യങ്ങളിടും. പക്ഷേ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ആർക്ക് വേണ്ടി എന്തെടുക്കുന്നു എന്ന് പോലും അവർക്കറിയത്തില്ല. അവരുടേതായ രീതിയിൽ സുഖപ്രദമായ ജീവിതം നയിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് ഈ കാലങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. പത്രോസ് വലിയ മാളിക കെട്ടി, അല്ലെങ്കിൽ യോഹന്നാൻ വലിയ മാളിക കെട്ടി എന്നൊന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല, അല്ലേ? ഇന്നത്തെ
ആണെങ്കിൽ അതെടുത്തുകൊണ്ട് വലിയ മാളികകളൊക്കെ കെട്ടി അവർ സുഖഭോഗിതരായി ജീവിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതൊന്നും ആര് ചെയ്തില്ല? അവർ ചെയ്തില്ല. അവര് കാൽക്കറ്റ് കൊണ്ടുവയ്ക്കുക, എന്ത് ചെയ്തു? പിന്നെ ഓരോരുത്തരും അവനവൻ്റെ ആവശ്യം വിഭാഗിച്ചു കൊടുക്കും. അപ്പം ആവശ്യത്തിന് അവരെന്ത് ചെയ്തു? വിഭാഗിച്ചു കൊടുത്തു എന്ന് അവിടെ കാണുന്നു. 34-ാമത്തെ വാക്യത്തിൽ പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള ബർണ്ണബാസ് എന്ന അപ്പോസ്തലൻ മറുപേര് വിളിച്ച കുപ്രോസ് ദ്വീപുകാരനായ യോസെഫ് എന്നൊരു ലേവ്യനുണ്ടായിരുന്നു. അതെന്താന്ന് 37-ാമത്തെ വാക്യം, തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു എന്ന് അവിടെ കാണുന്നു. അപ്പോൾ കാൽക്കൽ കൊണ്ടുവച്ചു എന്ന് കാണുന്നു, തനിക്കുള്ളതൊക്കെ വിറ്റ്. അപ്പോൾ 5-ാമത്തെ വാക്യത്തിൽ 1-ാം വാക്യത്തിൽ എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീറയോടും കൂടി ഒരു നിലം വിറ്റു. അപ്പോൾ എന്താണ് 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഭാര്യയുടെ അറിവോട് വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ ഒരംശം ചെയ്തു കാൽക്കൽ കൊണ്ടുവച്ചു. അപ്പം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ കൊടുത്തില്ല, ഒരംശം കൊണ്ടുവന്ന് വിറ്റിട്ട് കൊണ്ടുവച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3-ാമത്തെ വാക്യത്തിൽ അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിൻ വ്യാജം കാണിക്കുവാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വയ്ക്കുവാനും സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയതെന്താ? അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പത്രോസിലുണ്ടായിരുന്നു. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ വാക്യം എന്ന് പറയുന്നത്. അനന്യാസ് സഫീരയും കള്ളത്തരം കാണിച്ചത് പത്രോസിന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? കാരണം സാധാരണ ഒരു മനുഷ്യന് ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം പറയാൻ കഴിയല്ലേ? അവൻ കാണിച്ച കള്ളത്തരം എന്ത് ചെയ്തു? പത്രോസിന് വെളിപ്പെടുത്തി കിട്ടി എന്നുള്ളതാണ്. പത്രോസിന് എങ്ങനെ വെളിപ്പെടുത്തി കിട്ടി? ദൈവത്തിന്റെ ആത്മാവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അല്ലേ? ആത്മാവ് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് പത്രോസിനെ പെട്ടെന്ന് പിടികിട്ടി. പത്രോസ് പറഞ്ഞു, ഒരു അംശമേ നീ കൊണ്ടുവച്ചുള്ളൂ എന്നുള്ള കാര്യം പത്രോസിന് പിടികിട്ടി എന്നുള്ള കാര്യമാണ് അവിടെ കാണിക്കുന്നു. അതുകൊണ്ടാണ് 3-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിനോട് നീ വ്യാജം കാണിക്കുവാൻ നിലത്തിന്റെ വില കുറെ എടുക്കുവാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? അപ്പം പല ആളുകളും പറയുന്നൊരു തൃത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവാണ് പത്രോസിന്റെ കൂടെ ഇരുന്നൊക്കെ പറഞ്ഞ് ചിലർ പ്രസംഗിക്കുന്നതാണ്. തൃത്വത്തിലെ മൂന്നാമനല്ല, ദൈവം ആത്മാവാകുന്നു. ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറയുന്നത് ദൈവം മാത്രമേ ഉള്ളൂ, വേറെ ആരും പരിശുദ്ധനില്ല. അതുകൊണ്ടാണ് ദൈവത്തെ പരിശുദ്ധ ആത്മാവെന്ന് വിളിക്കുന്നത്. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ മൂന്നാമത്തെ വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ്. ആത്മാവിന് എവിടെയാണ് ഒരു വ്യക്തിത്വം ഉള്ളത്? ആത്മാവിനെ ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ? ദൈവത്തെ നമുക്ക് ഒരിക്കലും ഒരു വ്യക്തിയായിട്ട് കാണുവാൻ കഴിയില്ല. ദൈവം ദൈവമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. 7 ആത്മാക്കളാവുന്ന 7 കണ്ണുകൾ ദൈവത്തിനുണ്ട്, അല്ലേ? സഖറിയാവിന്റെ പുസ്തകത്തിൽ പറയുന്നു, 7 ആത്മാവാകുന്ന 7 കണ്ണുകൾ അവൻ എന്തിനാണ്? ഭൂലോകമൊക്കെ മൂടാടി സഞ്ചരിക്കുവാനായിട്ട് ഉള്ളതാണെന്ന് സഖറിയാവിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ദൈവം ആത്മാവാകുന്നുവെന്ന് യേശുക്രിസ്തു പറയുകയാണ്, അല്ലേ? അതിനെ നമസ്കരിക്കുന്നവർ ആത്മാവിന്റെ സത്യത്തിലും ആരാധിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു എന്നും യേശുക്രിസ്തു എഴുതിയിട്ടുണ്ട്, യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പൊ അതിനെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ദൈവം മനുഷ്യനായി തീർന്ന യേശുക്രിസ്തു, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ്, ഇവരെല്ലാം ഒന്ന് തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ വേറൊരാളൊന്നല്ല. ഞങ്ങൾ തൃത്വത്തിലെ 2 വ്യക്തിത്വങ്ങളാണെന്ന് യേശുക്രിസ്തു പറഞ്ഞില്ല. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.